ഇപ്പോൾ നമ്മൾ ഫ്ലാക്സ് സീഡ്സിനെ റോസ്റ്റ് ചെയ്യാൻ പോകണം. ഇപ്പോൾ ഇത് 3 കിലോന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഗൾഫിലേക്കുള്ള ഒരു അർജൻറ്റ് ഓർഡറാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഈ സാധനം അവർക്ക് ഫ്രഷ് ആക്കി തരണം എന്നുള്ളൊരു റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾക്ക് 3 കിലോന് മാത്രം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 3 കിലോന് നമ്മളിത് 250 ഗ്രാം ഫ്ലാക്സ് സീഡ്സ് എടുക്കുന്നുണ്ട്, 240 ഗ്രാം. അതിനെ റോസ്റ്റ് ചെയ്ത് ഗോതമ്പ് കൊണ്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ omega-3 എൻറിച്ച്ഡ് ഫാറ്റി ആസിഡ് എൻറിച്ച്ഡ് ആട്ട പൗഡർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് നമ്മളെടുക്കുക, ഇതിനെ റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് കഴിഞ്ഞാൽ നല്ല റോസ്റ്റ്, അത് നമ്മൾ നോക്കിയിരിക്കണം. അധികം റോസ്റ്റ് ഇതായി പോയാൽ അതിൻ്റെ ടേസ്റ്റും ഗുണങ്ങളെല്ലാം മാറിക്കിട്ടും. അപ്പോൾ അതായത് അതിൻ്റെ എത്ര വേണോ ആ ഇത് മാത്രം അതിന് മിക്സും ചെയ്തു ഇതിനെ പൾവറൈസിലേക്ക് ഇട്ടു. ഇനി ഇതിനെ പൊടിച്ച് എടുക്കുക. ഇപ്പോൾ omega-3 നമ്മൾ പൊടിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ലെവലിൽ വന്നു അത്. അപ്പോൾ ഇതിനെ നമ്മളിനി ഇത് ഇപ്പോൾ ചൂടോടെയാണുള്ളത്. ചൂട് തണിഞ്ഞ ശേഷം നമ്മൾ അരിക്കണം. അരിപ്പെടുത്ത് ഇതിനരിച്ച് എന്നിട്ടാണ് നമ്മൾ പാക്കിംഗ് ചെയ്ത് മാർക്കറ്റിൽ പോകുന്നത്. അപ്പോൾ ഇത്രയും പ്രോസസ്സാണ്. ആദ്യം നമ്മൾ ഫ്ലാക്സ് സീഡ് റോസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഗോതമ്പിൻ്റെ ഒന്നിച്ച് രണ്ടും മിക്സ് ചെയ്തിട്ട് പൾവറൈസ് മെഷീനിൽ പൊടിച്ച് വന്നതിന് ശേഷം ഇത് തണിഞ്ഞതിന് അപ്പുറം നമ്മളിതിനെ അരിപ്പയോടെ അരിച്ച് എന്നിട്ടാണ് പാക്ക് ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്, omega-3 ആട്ട പൗഡറിൻ്റെ പ്രോസസ്സ്. ഫൈനൽ പ്രൊഡക്റ്റ് ആയിരിക്കുകയാണ് omega-3 ഫാറ്റി ആസിഡ് എൻറിച്ച്ഡ് ആട്ട പൗഡർ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെന്ന് വെച്ചാൽ നമ്മളെ ഇവിടുത്തെ ആൾക്കാർക്ക് ഇതിൻ്റെ ഗുണങ്ങൾ അധികം അറിയുന്നില്ല. അതായത് സൗത്ത് ഇന്ത്യനെ പറ്റിയാണ് പറയുന്നത്. സൗത്ത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യൻ പീപ്പിൾസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ ആഹാരങ്ങളാണ്. അതായത് അവർ ഒരു കാലോറി, ഇപ്പോൾ ഒരു മനുഷ്യന് എത്ര കാലോറി വേണം അതനുസരിച്ചിട്ടാണ് ഫുഡ് കഴിക്കുന്നതും ഇതൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഫോറിനേഴ്സ് എടുത്താലും യൂറോപ്യൻസ് എടുത്താലും ഏറ്റവും കൂടുതൽ അവരൊക്കെ കാലോറിയും ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഹെൽത്ത് ഫിറ്റ്നസ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ വെച്ചാൽ നമ്മുടെ ഹാർട്ടിനെ ഇത് സ്ട്രോങ് ചെയ്യും, സ്ട്രെങ്ത് ചെയ്യും. പിന്നെ ഹാർട്ടിൻ്റെ ഒരു പ്രശ്നങ്ങളും വരാതെ കാത്തു സൂക്ഷിക്കുന്നൊരു സാധനമാണ് ഈ ഫാറ്റി ആസിഡ്, അതായത് omega-3 എൻറിച്ച്ഡിൽ. പിന്നെ നമ്മുടെ ജോയിൻറ്റ് ഇന്നത്തെ യുവതലമുറയോട്, അതായത് ജനറേഷനോട് എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ അവർ ഈ ജങ്ക് ഫുഡിൻ്റെ പുറകെ പോകാതെ നമ്മൾക്ക് ആരോഗ്യപരമായി കിട്ടുന്ന ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ, അതായത് omega-3 ഫാറ്റി ആസിഡ് കിട്ടുന്ന പ്രൊഡക്റ്റുകളും ചപ്പാത്തിയും ഇതൊക്കെ, അതായത് ന്യൂട്രിയൻ വാല്യൂ ഏതിന് കൂടുതലുണ്ടോ ആ ഫുഡ് കഴിച്ചാലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത്. അതായത് ഇന്നത്തെ സ്പോർട്സ് താരങ്ങളായാലും ജിമ്മിന് പോകുന്നവരും ഇതിനൊക്കെ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് കഴിച്ചാൽ അവർക്ക് നല്ല ആരോഗ്യപരമായി നല്ല ഇത് തന്നെ മെച്ചപ്പെടും. അതുമല്ലാതെ ഇത് നമ്മൾക്ക് ഇതിനൊരു ഗുണം തരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഹാർട്ടിനെ കറക്റ്റായി ഇത് മെയിൻറ്റെയിൻ ചെയ്യുകയും പിന്നെ പ്രമേഹ രോഗികളും BP വരാതെ രക്ഷിക്കുകയും പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോയിൻറ്റ് പെയിന്, കാഴ്ചശക്തിയും പിന്നെ മുടി കൊഴിച്ചൽ, മുഖക്കുരു, പിന്നെ ശിശുവിൻ്റെ തലച്ചോറ് ഡെവലപ്മെൻറ്റ്, അത് കുട്ടികൾ കഴിക്കുന്നുണ്ടെങ്കിൽ അവരെ തലച്ചോറ് ഡെവലപ്മെൻറ്റ് ആവുമെന്നാണ് പറയുന്നത്. ചില ചർച്ചകൾ ഇന്നലെ ഡെവലപ്മെൻറ്റിൻ്റെ പ്രശ്നമാണ് എല്ലാ ഇതിലും. അപ്പോൾ ഈ കെമിക്കൽ ചേർത്ത ആഹാരങ്ങൾക്ക് പിന്നെ പോവാതെ, അതായത് നാച്ചുറലായി നമ്മൾക്ക് എന്ത് കിട്ടുന്നോ അതിൽ നിന്ന് നമ്മൾ കഴിച്ച് നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്ക് പൊതുവെ ഇതിൽ പറയാൻ പറ്റുന്നത്. പിന്നെ ഈ പ്രൊഡക്റ്റ് നമ്മൾ സ്വന്തമായി ഡെവലപ്പ് ചെയ്താൽ ഇത് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ അവരെ ഗൈഡൻസിൽ തന്നെ ടെക്നിക്കൽ ഗൈഡൻസ് കൃഷി വിജ്ഞാന കേന്ദ്രം CPCRIയിൽ ഇതുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ യാതൊന്നും ഇതില്ല, അവിടെ ഗൈഡൻസ് എന്തുണ്ടോ അത് പ്രകാരമാണ് ഇത് റേഷ്യോയും ഇതൊക്കെ ചേർത്താണ് ഈ പൊടി പ്രൊഡക്ഷൻ ചെയ്യുന്നത്.